നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്ന് കാലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ട്രേഡ് എടുത്തു. ട്രേഡ് എടുത്തത് BPCLലാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ് സാധാരണ ട്രേഡ് എടുക്കുന്നത്. മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടു പഠിക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഈ വീഡിയോസ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിയൽ ഫീല് കിട്ടത്തില്ല. മണി ഇൻവോൾവ് ആകുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഫീലോട് കൂടെ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുത്തു. അത് മുകളിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലൈൻ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ നീല ലൈൻ അത് റെസിസ്റ്റൻസ് ലൈനാണ്. അപ്പോൾ അതിൽ ടച്ച് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതിന് ശേഷം താഴത്തേക്ക് അത് റിവേഴ്സ് ആയപ്പോൾ 619 വെച്ചിട്ട് നമ്മൾ എൻട്രി എടുത്തു. ഷോർട്ട് സെല്ലായിരുന്നു. നമ്മൾ ടാർഗറ്റ് വെച്ചത് 605 അപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അഞ്ചാമത്തെ ക്യാൻഡിലിൽ നമുക്ക് ടാർഗറ്റ് കിട്ടി. ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. അത് 1:4 അപ്പോൾ അവിടെ നമ്മൾ എക്സിറ്റ് എടുക്കാനുള്ള കാരണം ആ താഴത്തു കൂടെ കടന്നു പോകുന്ന ആ യെല്ലോ ലൈൻ വരുന്നത് അത് മന്ത്ലി ക്യാൻഡലിൻ്റെ ഒരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അവിടെ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ വന്നിട്ട് പിന്നെ എന്ത് മാർക്കറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അവിടെ എത്തിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ അത് നല്ലൊരു റിസ്ക് റിവാർഡാണല്ലോ. 1:4 നല്ലൊരു റിസ്ക് റിവാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ടാർഗറ്റ് ചെയ്തു. എന്തായാലും അവിടെ വന്ന് ഹിറ്റ് ചെയ്യും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞ ലൈനിൻ്റെ തൊട്ട് താഴെ ഉള്ളത് നമ്മൾ 15 മിനിറ്റ്സിലെ ഒരു സപ്പോർട്ട് ലൈനാണ്, ആ നീല കളറിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈൻ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമ്മളവിടെ എക്സിറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ 3 രൂപ നമ്മൾ 3 രൂപ ചില്ലറയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. നമ്മുടെ ടാർഗറ്റ് 13 രൂപ 45 പൈസയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഓർഡർ ബുക്ക് ഒന്ന് കാണിക്കാം. എത്രയൊക്കെയാണ് നമ്മൾ എടുത്തത്, എത്രയൊക്കെയാണ് വിറ്റത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഓർഡർ ബുക്ക്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് നിങ്ങളവിടെ കാണുന്നുണ്ട്, 619 രൂപ. നമ്മുടെ എക്സിറ്റ് പ്രൈസ് അവിടെ കാണുന്നുണ്ട്, 605 രൂപ 55 പൈസ. അതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ആ ക്യാൻസൽ ചെയ്ത ഓർഡറായിട്ട് അവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് 622.35 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് ഇതാണ്, അതായത് 13 രൂപ 45 പൈസയായിരുന്നു നമ്മളുടെ ആക്ച്വൽ പ്രോഫിറ്റ് വരേണ്ടത്. ഇതിപ്പോൾ കുറച്ച് അറിയാമല്ലോ, സ്ലിപ്പേജ് വന്നിട്ട് ചില്ലറ പൈസ നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു ട്രേഡ് പഠിക്കുന്ന ഒരാൾ ഫുൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇടരുത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് കൊണ്ടുവന്ന് ഇടേണ്ട ആവശ്യമില്ല. ഒരു 5000 രൂപയോ അതിൽ താഴെയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസമോ ഒരു 10-60-10-50 ട്രേഡുകൾ നിങ്ങളുടെ അടുത്ത് പഠിക്കുക. അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്താൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ഷെയർ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയും വെച്ചിട്ട് നിങ്ങൾക്കത് കണ്ടിന്യൂസ് പ്രോഫിറ്റിലാക്കാൻ പറ്റുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു 20-40 ട്രേഡ് എടുക്കുമ്പോൾ ഒരു 50% എങ്കിലും സക്സസ് റേഷ്യോ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേശ്ശെ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒരു 50% എങ്കിലും ഇല്ലെങ്കിലും വേണ്ടില്ല, 40% വിൻ റേഷ്യോ വന്നാൽ പോലും 1:2 വെച്ചിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ വരും. അത് മോശം പ്രോഫിറ്റ് അല്ല, അത് നല്ല പ്രോഫിറ്റാണ്. അപ്പോൾ ഒരു 1% വെച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന 100 ട്രേഡ് ചെയ്യുക അങ്ങനെയൊക്കെ കരുതി കഴിഞ്ഞാൽ 20% പ്രോഫിറ്റ് നമുക്ക് 40% വിൻ റേഷ്യോ ഉള്ളെങ്കിൽ പോലും കിട്ടും. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് എവിടെ പോയി എൻട്രി എടുത്താലും നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ പോലും 1:2 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് വെച്ചിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ബൈ ഡിഫോൾട്ട് ഒരു നിയർലി 50% എങ്കിലും വിൻ റേറ്റ് അതിപ്പോൾ ആര് ചെയ്താലും കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പോൾ ആക്ച്വലി 50% വിൻ റേറ്റ് നമുക്ക് ആവശ്യമില്ല. 1:2 നിങ്ങളെല്ലാ ട്രേഡിലും ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, അതല്ല എങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അത് 1:2 വെച്ചിട്ട് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ
40% വിന്നേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളെങ്കിൽ പോലും നിങ്ങൾ നല്ല പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു, പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണെങ്കിൽ 15 മിനിറ്റിൽ നിങ്ങളിതുപോലെ ലൈൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടൈം ഒരു 80% അല്ലെങ്കിൽ മോർ ദാൻ 80% ടൈം നമ്മൾ കാണാറുള്ളത് ഈ ലൈൻസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഒരു ലൈന് ഹിറ്റ് ചെയ്ത് അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ താഴോട്ട് പോരുകയാണെങ്കിൽ ഇത് താഴത്ത് പോയി നെക്സ്റ്റ് സപ്പോർട്ടിൽ എന്തായാലും ടച്ച് ചെയ്യാനുള്ള സാധ്യത 80% ഉണ്ട്. സോ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചാർട്ടിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് നമുക്ക് നമ്മുടെ തല യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഒരു ട്രേഡ് എടുക്കാൻ സഹായിക്കും. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസം പേഴ്സണൽ കുറച്ച് കാര്യങ്ങളായിട്ട് വീഡിയോസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.